അല്ല, സോണിയാഗാന്ധിയുടെ ഇടവുവില നിൽക്കുന്ന പോറ്റിയും ഗോവർദ്ധനും അല്ല, പിന്നെ ആരാ കള്ളന്മാർ ഇനി പൊക്കാനിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ആർക്ക് വേണ്ടിയാ കോൺഗ്രസ് വാദിക്കുന്നത്? ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഈ ചർച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറയട്ടെ എന്റെ സമയത്ത് ഇടപെടരുത്. എന്റെ സമയത്ത് എന്നാ പിന്നെ എന്റെ സമയത്ത് ഇടപെടരുത്. അപ്പോ ഇന്ന് ചർച്ചയിൽ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് നന്ദി പറയാണ്. അനാവശ്യം സോണിയാഗാന്ധിന്റെ വീട്ടിലാന്ന് പറയുമ്പോൾ കേട്ടിരിക്കാൻ പറ്റുമോ? കള്ളന്മാര് ജയിലിൽ കിടക്കുന്ന സഖാക്കള് എന്നിട്ട് സോണിയാഗാന്ധിയുടെ പേര് പറയലാണ്. എന്തുണ്ടയാണോ താൻ പറയുന്നത്? എന്തുണ്ടയാ പറയുന്നത്? പറയുന്ന ആൾക്ക് മനസ്സിലാവണ്ടേ? ഞാൻ ഹാഷ്മിയോട് അപേക്ഷിച്ചതാണ് ആ അടൂർ പ്രകാശിനെ കൊണ്ടുപോവാ, അല്ലെങ്കിൽ മറ്റേ ആന്റണിയെ കൊണ്ടുപോവാ. അവർക്കാണ് ഈ കള്ളന്മാരെ കുറിച്ച് ഏറ്റവും അടുത്ത പൂരം. ഈ രണ്ട് കള്ളന്മാരെയും വിശുദ്ധരാന്ന് പറഞ്ഞ് സോണിയാഗാന്ധിയുടെ ആ അന്തഃപുരത്തിനകത്ത് കയറ്റിയവരെ കൊണ്ടുപോവാ, അവരോട് ചർച്ചയ്ക്കിരിക്കാം. ഞാൻ ഇന്നലെയും പറഞ്ഞതാണ്, ഇന്നും പറയുകയാണ്. അങ്ങനെ ഒരു ഗുണം കിട്ടുന്നതാണ്. ഈ കള്ളന്മാരുടെ എല്ലാ കാര്യവും അറിയാവുന്നവർ അവർ രണ്ടുപേരും പറയട്ടെ. അല്ലല്ല, ആഷ്മിയോടാണോ പറയേണ്ടത്? അനിൽകുമാറെ അവരെ അറസ്റ്റ് ചെയ്യാൻ ആന്റണിയെയും ഈ പറയുന്ന ആഷ്മിയുടെ കയ്യിൽ 24-നാണോ? അപ്പം നിങ്ങളെല്ലാവരുടെ ഒരു കൂട്ടുകച്ചവടം ആയതുകൊണ്ട് ഞാൻ പറയുന്ന സമയത്ത് എന്തെല്ലാം ഇടപെടാം അല്ലേ? അത് നിങ്ങളുടെ കൂട്ടുകച്ചവടം നല്ലതാണ് കേട്ടോ. ഹാഷ്മിയോട് ഞാൻ പറയുകയാണ്, ഇത്തരം കൂട്ടുകച്ചവടം ഇന്നത്തെ രാത്രി കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. അകത്ത് കിടക്കുന്ന കള്ളന്മാരല്ല, ഭണ്ഡാരി കള്ളനല്ല, അതുപോലെ തന്നെ പോറ്റി കള്ളനല്ല, പിന്നെ മറ്റേ ഗോവർദ്ധൻ കള്ളനല്ല, അവരെല്ലാം സോണിയാഗാന്ധിയുടെ ആളുകളാണ്. പിന്നെ ആരാ കള്ളന്മാര്? ഞങ്ങൾ അധികാരത്തിൽ ഒരു കാര്യം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ജയിലിൽ കിടക്കുന്ന പത്മകുമാറും വാസു ആരാണ്? കള്ളന്മാരല്ലേ? നിങ്ങൾ എന്താ അതുകുറിച്ച് പറയാം? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെട്ടുകൊണ്ടിരുന്ന നമ്മുടെ അവസാന സമയം വെറുതെ വെള്ളത്തിൽ പോത്തേ ഉള്ളൂ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെട്ടുകൊണ്ടിരുന്ന അവസാന സമയം വെറുതെ വെള്ളത്തിൽ പോത്തേ ഉള്ളൂ. അങ്ങനെ പറയാൻ പാടില്ല ആഷ്മി. നേരത്തെയൊക്കെ ഇയാൾ ഒച്ചപ്പാട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറയാൻ പാടില്ല. ആരുടെ പേരില്ല? ശരി വിട്ടേക്ക് നമ്മുടെ സമയം എന്തായാലും കഴിയാണ്. ശരി നമ്മുടെ സമയം കഴിയണം. എന്തായാലും ഇതിൽ വൃദ്ധത്തിൽ നിന്ന് കണ്ടെത്തിയ സ്വർണം ശബരിമല സ്വർണ്ണമാണെന്ന് SIT എവിടെയും പറയുന്നില്ല. പ്രത്യേകിച്ച് SIT പറഞ്ഞു ഇനി സ്വർണ്ണം കണ്ടെത്തണമെന്നാണ്. SITക്ക് ഇതുവരെ സ്വർണ്ണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് വൃദ്ധത്തിൽ സ്വർണ്ണം കിട്ടി, അന്വേഷണം തീരാം എന്നുള്ള നറേറ്റീവ് ആരും വിശ്വസിക്കരുത് ദയവ് ചെയ്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.